ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്മഞ്ഞപ്പൂവിനെ കഥ കേൾക്കണ്ടേ. രേവതി ഗർഭിണിയാണെന്ന് വിചാരിച്ച് നടക്കുകയാണ് പാവം നമ്മുടെ സച്ചിട്ടോ. സച്ചിയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയിട്ടിരിക്കണേ. സച്ചി നിലത്തൊന്നല്ല ആകാശത്തിൽ പറന്ന് നടക്കുന്ന പോലെ സച്ചി നടക്കണേ. അങ്ങനെ രേവതി അമ്മയോട് വർത്താനം പറയാനല്ലോ ദേവുവിൻ്റെ കല്യാണക്കാരി. അപ്പോൾ സച്ചി വിചാരിക്കുക അത് പ്രഗ്നൻ്റ് എന്നുള്ള കാര്യം അമ്മയോട് പറയാമെന്ന്. പെട്ടെന്ന് രേവതി ഇങ്ങോട്ട് തീരുമ്പോൾ സച്ചിനാണ്. സച്ചിയേട്ടൻ ഇവിടെ വന്ന് നിൽക്കണ്ടായിരുന്നു, ഞാൻ പറയുന്നതൊക്കെ കേട്ടോ വയ്ക്കുമ്പോൾ ഇല്ല, എനിക്ക് സച്ചിയേട്ടനോടൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞു. ആ പറഞ്ഞോ രേവതി, നീ ധൈര്യമായിട്ട് പറഞ്ഞോന്ന് പറയും. പറഞ്ഞോന്ന് പറയുമ്പോൾ രേവതി പറയും അല്ലെങ്കിൽ വേണ്ട പിന്നെ ആവട്ടെ, സച്ചിയേട്ടനെ പോലെ ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ സച്ചി ശരിക്കും ഉറപ്പിക്കുക ഇവള് ഗർഭിണി തന്നെ അല്ലേ, വേണ്ട പിന്നെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ അവൾ കയറി പോവും. അപ്പോൾ അത് കഴിയുമ്പോൾ സച്ചി ഈച്ചനെ വിളിച്ചിട്ട് പറയടാ അവൾ പറഞ്ഞില്ല, പറയും, നീ ഒന്ന് ക്ഷമിക്ക്, പറഞ്ഞില്ലെങ്കിൽ അവളുടെ അനുസരിച്ച് പെരുമാറേണ്ട ചുമതല നിനക്കുണ്ട്. അപ്പം നീ അവളെ പുറത്തു കൊണ്ടിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവളെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങണണ്ട സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണ് ഈച്ച. അപ്പോൾ ഇത് ഉറപ്പാടാ, നീ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്, രേവതി ഗർഭിണിനെയാന്ന് ഉറപ്പാടാന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷം കൊണ്ട് തുള്ളി വെച്ചാണ് സച്ചി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ രേവതീനെ വിളിച്ചിട്ട് പറയാം, രേവതി വാ പുറപ്പെടുക, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. പറയാം എന്തിനാ സച്ചിയായിട്ട് പുറത്ത് പോയിട്ട് വരാം, നീ പുറപ്പെടുന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി അല്ല, അപ്പോൾ രേവതി വന്ന സമയത്ത് സച്ചി ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണമല്ലോ. അപ്പോൾ സച്ചി രേവതീനെ ഇങ്ങനെ കോരിയെടുത്തിട്ട് വട്ടം കറക്കണം. വട്ടം കറക്കുമ്പോൾ ചന്ദ്രമതി കണ്ടിട്ട് പറയാം, നാണില്ലേ നിങ്ങൾക്ക്, ഇവിടെ വേറെ ആൾക്കാരില്ലേ, നിങ്ങൾ മാത്രമേ ഉള്ളൂ, വന്ന് ഒരു ലൈസൻസ് ഇല്ലാണ്ടേ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി ചീത്ത പറയണം. ചീത്ത പറയുമ്പോൾ സച്ചി അതിനിപ്പോൾ എന്താ, ഞാൻ എൻ്റെ ഭാര്യേനെല്ലാം എടുത്ത നാട്ടുകാരുടെ ഭാര്യേനെ നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ചൂടാവാണ്. അപ്പോൾ നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ രേവതി ചോദിക്കുമ്പോൾ സച്ചി പറയും, രേവതി ഇന്ന് നീ ഒന്നും ചെയ്യണ്ട, നീ വേഗം പുറപ്പെട്ടിട്ട് പോകാൻ, നമുക്ക് പുറത്തേക്ക് പോകണം എന്ന് പറയണം. എന്തിനാ സച്ചിയേട്ടാ പുറത്ത് പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം, നമുക്ക് പുറത്തേക്ക് പോകണം, നീ വേഗം പുറപ്പെട്ട് പോകാൻ ഒന്നും ചെയ്യേണ്ട പറയണം. അത് സച്ചിയേട്ടാ ഞാനിപ്പോൾ നിന്നോടല്ലേ പറഞ്ഞേ പറയുമ്പോൾ അങ്ങനെ രേവതി ഇപ്പോൾ റെഡിയാവാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോകണം. അപ്പോൾ ചന്ദ്രമതി അവിടെ ഇങ്ങനെ എന്നിട്ട് റെഡിയായി വരുമ്പോൾ രേവതി വരുമ്പോൾ, രേവതി നീ കോണിയൊക്കെ മെല്ലെ ഇറങ്ങാൻ പറയണം സച്ചേട്ടാ. എന്താ സച്ചേട്ടാ, അല്ല നീ മെല്ലെ ഇറങ്ങുക, നീ ഇങ്ങനെ കടുപിടാന്ന് ഇറങ്ങല്ലേ, എന്താ സച്ചേട്ടാ പഴുക്കും അതുകൊണ്ടാണ് പറയുക. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ രേവതി മെല്ലെ ചെരുപ്പൊക്കെ ഇട്ട് മെല്ലെ ഇറങ്ങാൻ പറയും. മഴ പെയ്ത് വഴുക്കും അതുകൊണ്ടാണല്ലേ സച്ചേട്ട ഇങ്ങനെ പറയണത്, ഇത്ര കെയറിങ്ങായിട്ട് ചോദിക്കണേ രേവതി. പറയണ സച്ചി. എന്നിട്ട് ഡോർ തുറക്കുമ്പോൾ മെല്ലെ കയറി രേവതി സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ പറയും, രേവതി മെല്ലെ ഇടേ, എന്താ സച്ചേട്ടാ, സച്ചേട്ടൻ എന്താ പറ്റിയേ, ഒന്നുമില്ല പറഞ്ഞതാ പറയും. എന്നിട്ട് അങ്ങനെ സച്ചി രേവതിയെ കൊണ്ട് പോകുമ്പോൾ ചന്ദ്രമതി ഉമ്മർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കുക, എന്താ ചന്ദ്രേ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണ, എന്തുണ്ടായേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാനിങ്ങനെ ആലോചിക്കുക, മൂന്ന് ആൺമക്കൾ അവരുടെ ഭാര്യമാരും ശ്രുതിയും കൊണ്ട് അല്ലാണ്ട് ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങില്ല. ശ്രീകാന്ത് എപ്പോഴും വർഷയുടെ കൂടെ പുറത്തേക്ക് വെളുപ്പം കണ്ടില്ലേ, സച്ചി ഇപ്പോൾ രേവതിനെ പൊക്കിയെടുത്ത് വട്ടം കറക്കണം, സച്ചി പോലും ഇപ്പോൾ രേവതിയെ കൊണ്ട് പുറത്തേക്ക് പോയിക്കാം. നിങ്ങൾ എന്നെങ്കിലും എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് ഭക്ഷണം മേടിച്ചു തരാമല്ലോ, എന്നെ കൊണ്ട് എവിടേക്കെങ്കിലും ഒരു കറക്കത്തിന് പോയിട്ടുണ്ടോ, നിങ്ങൾ എങ്ങോട്ടെങ്കിലും എന്നെ ഒന്ന് ഹണിമൂണിന് കൊണ്ടുപോയിട്ടുണ്ട്, അപ്പോഴും നിങ്ങൾക്ക് KSRTC തന്നെ വലുത്, എവിടേക്കെങ്കിലും ഒന്ന് പോകാമെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒന്നിനും നേരമില്ല. അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് KSRTC ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് വിട്ടുമാറും. എന്നെങ്കിലും നമ്മൾ ഒരുമിച്ച് എവിടേക്കെങ്കിലും പോയിട്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ സങ്കടം വരിക, എനിക്കും വലിയ ആഗ്രഹങ്ങൾ, എൻ്റെ മക്കളും ഭാര്യമാരും പോണ പോലെ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറയുന്നത്, നിനക്കിപ്പോൾ എന്താ വിഷമം, നിനക്കിപ്പോൾ പുറത്തേക്ക് പോകണം അത്രയല്ലേ ഉള്ളൂ, അതെ എന്നാൽ നീ വേഗം പോയി റെഡിയായിട്ട് വാ, നമുക്കൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റിയടിച്ച് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാം. സത്യമാണോ, സത്യം ചന്ദ്രേ പറയണം. അപ്പോൾ ചന്ദ്രമതി പറയാം, ഇപ്പോൾ എനിക്ക് സന്തോഷമായി പറഞ്ഞിട്ട് ചിരിക്കുമ്പോൾ എത്ര കാലമായി ചന്ദ്രേ എൻ്റെ മുഖത്തെ ചിരി കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അടുത്ത് വന്നിരുന്ന് ചന്ദ്രയുടെ ചുമലിൽ തൊട്ടിട്ട് പറയും, ചന്ദ്രേ എനിക്കൊരു ഉമ്മ തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ചന്ദ്ര ഈ മനുഷ്യൻ കുട്ടികളില്ലാത്ത സമയത്ത് ഈ മനുഷ്യന് ഭയങ്കര റൊമാൻസാന്ന് പറഞ്ഞിട്ട് ചന്ദ്ര നാണത്തോട് വിട്ട് അവിടെ നിന്ന് ഞാൻ പുറപ്പെട്ടിട്ട് വരാം, എനിക്കിന്ന് മഷ്റൂം ബിരിയാണി മേടിച്ചു തരാം, നിനക്ക് എന്ത് ബിരിയാണി വേണമെങ്കിൽ മേടിച്ചു തരാം, ഞാൻ ചോദിച്ചത് താടി പറയണം, ഒന്ന് പോ മനുഷ്യൻ, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞിട്ട് ചന്ദ്ര ചിരിച്ചിട്ട് അകത്തേക്ക് ഓടി പോവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, എൻ്റെ ദൈവമേ ഈ ചന്ദ്രയുടെയും പാവം എൻ്റെ ചന്ദ്ര ഈ മുഖത്തെ സന്തോഷം, ഇങ്ങനെ ഒരു ചിരിയും സന്തോഷം കണ്ടിട്ട് നാളെ എത്ര എന്നും എൻ്റെ ചന്ദ്രയുടെ മുഖത്ത് ഇങ്ങനെ സന്തോഷം ചിരിയും കളിയും ആയിട്ടുള്ള മുഖമാണെന്നുണ്ടെങ്കിൽ എത്ര ഹാപ്പിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് രേവതി സച്ചിയും കൂടിയിട്ട് പോയി റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇരിക്കുമ്പോൾ സച്ചി രേവതിയും കൂടിയിട്ട് ഇരുന്നിട്ട് സച്ചി രേവതിക്ക് ഒരു മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്ക് മസാല ദോശ വേണ്ട, നീ മസാല ദോശ കഴിക്കണം സച്ചിയേട്ടാ, എനിക്ക് പൂരി മസാല മതിയെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞത്, എനിക്ക് മസാല ദോശ വേണ്ട സച്ചിയേട്ടൻ മസാല ദോശ കഴിച്ചു, സച്ചിയേട്ടൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, സച്ചിയേട്ടൻ മസാല ദോശ കഴിച്ചു, ഞാൻ പൂരി മസാല കഴിച്ചോളാം എന്ന് പറയാണ്. അപ്പോൾ ഈ വേണ്ട രേവതി നീ കഴിച്ചോ,
എന്ന് പറയണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കാറിൽ വരുന്ന സമയത്ത് അവർ കുട്ടികളെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ രേവതി ചോദിക്കുന്നുണ്ട്, താരാട്ട് പാടാൻ അറിയോ രേവതി ചോദിക്കുമ്പോൾ എനിക്ക് പാടാൻ അറിയാൻ വേണ്ടിയിട്ട് അവൾ പാട്ട് പാടിക്കൊണ്ട് സച്ചേട്ടനും പഠിക്കണം കേട്ടോ, നമുക്കൊരു ഉണ്ണിവാവ ഉണ്ടാകുമ്പോൾ താരാട്ട് പാടാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ് അവർ കാറിൽ വരുമ്പോൾ കൂടുതലായിട്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ സച്ചി വിചാരിക്കുന്നത് രേവതി ശരിക്കും പ്രഗ്നൻ്റ് ആണെന്നാണ് കേട്ടോ. അങ്ങനെ മസാല ദോശ വന്ന് വെയിറ്റർ മസാല ദോശയായിട്ട് വന്നു. രേവതി പറയും, ചേട്ടാ ഇത് ക്യാൻസൽ ചെയ്തിട്ട് പൂരി മസാല ആക്കാൻ പറ്റുമോ ചോദിക്കുമ്പോൾ അയ്യോ അത് പറ്റില്ല ചേച്ചി പറയും. അപ്പോൾ സച്ചി പറയും അല്ല അവൾക്ക് മസാല ദോശ തന്നെ വെച്ച് കൊടുക്കും പറയുമ്പോൾ സച്ചി അപ്പോൾ രേവതി പറയും വേണ്ട അത് ആൾക്ക് കൊടുത്തോളൂ പറയും വെയിറ്ററോട്. അപ്പോൾ സച്ചി പറയും എനിക്കല്ല അവൾക്ക് വെച്ച് കൊടുക്കുക പറയും. അങ്ങനെ വെയിറ്റർ കുഴയും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ. ലാസ്റ്റ് വെയിറ്റർ ടേബിളിൻ്റെ നടുവിൽ മസാല ദോശ വെച്ചിട്ട് പറയും ഇതിൽ നിങ്ങൾ ആരാച്ചെടുക്ക്, തർക്കിക്കേണ്ടതിൽ നിങ്ങൾ ആരാച്ചെടുത്ത് കഴിക്കാൻ വേണ്ടി വെയിറ്റർ അവിടെ വെച്ചിട്ട് പോകും. അങ്ങനെ മസാല ദോശ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ ക്ലൈമാക്സ് എപ്പിസോഡായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ കഥ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ചാനൽ ഫുള്ളായിട്ട് എൻ്റെ വീഡിയോ കാണുക. എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. താങ്ക്